എല്ലാവർക്കും നമസ്കാരം. ഈ ഹാൻസി എൻജോയ്മെന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ മാനേജ്മെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാനേജ്മെന്റിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, സെക്കൻഡ് ആവറേജ് അല്ലെ, ടൈപ്സ് ഓഫ് ആവറേജ് 3 മീൻ, മീഡിയൻ, മോഡ്. അതിൽ മീൻ കംപ്ലീറ്റ് ചെയ്തു. മീഡിയൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി. മീഡിയൻ കണ്ടുപിടിക്കേണ്ടത് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളും അതേ രീതിയിൽ ഫോളോ ചെയ്യുക. പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് കണക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കാൻ പോണത് മീഡിയന്റെ തന്നെ കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് എങ്ങനെ കണക്ക് ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മാനേജ്മെന്റിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇതുവഴി ലഭിക്കുന്നതായിരിക്കാം. ഇംഗ്ലീഷിന്റെ വീഡിയോസും ക്ലാസ്സസും ഇതിന്റെ കൂടെ ലഭിക്കുന്നതായിരിക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കണ്ടിന്യൂസ് സീരീസ്, മീഡിയൻ കണ്ടിന്യൂസ് സീരീസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മീഡിയൻ. മീഡിയൻ വെച്ചാൽ എന്താണ്? മിഡിൽ വാല്യൂ. ഒരു സീരീസിനെ രണ്ടായി വിഭജിക്കുന്ന മിഡ് വാല്യൂനെ പറഞ്ഞ പേരാണ് മീഡിയൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് മീഡിയന്റെ വേറൊരു വാക്ക് സെൻട്രൽ വാല്യൂ നമ്മൾ പറഞ്ഞിരുന്നത്. മീഡിയൻ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസ് പ്രകാരം എങ്ങനെ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? കണ്ടിന്യൂസ് സീരീസ് പ്രകാരം എങ്ങനെയാണ് നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാൻ സാധിക്കുക? അതിനുപയോഗിക്കുന്ന ഫോർമുല. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിലും ഡിസ്ക്രീറ്റ് സീരീസിലാണെങ്കിലും എങ്ങനെയായിരുന്നു ഫോർമുല ചെയ്തത്? ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും മീഡിയൻ കണ്ടുപിടിക്കുന്ന ഫോർമുല മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n+1 ഡിവൈഡഡ് ബൈ 2th ഐറ്റം എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് സീരീസ് പ്രകാരം മീഡിയൻ കണ്ടുപിടിക്കുന്നത് മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n ഡിവൈഡഡ് ബൈ 2th ഐറ്റം. ശ്രദ്ധിക്കുക, ഇവിടെ +1 എന്നുള്ള ഐറ്റം ഇല്ല. ഓക്കെ, +1 ഇല്ല, എന്തേ ഉള്ളൂ? ഓൺലി n/2th ഐറ്റം. ഓക്കെ, ഇവിടെ നമ്മൾ n+1 ഉണ്ടായിരുന്നു നമ്മുടെ ഫോർമുലയിൽ. പക്ഷെ കണ്ടിന്യൂസ് സീരീസ് നമുക്ക് എന്തേ ഉള്ളൂ? n/2th ഐറ്റം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അവിടെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് വൈസ് ആണ്. 0 to 10, 0 മുതൽ 10 വരെ, 10 to 20, 20 to 30, അങ്ങനെ ക്ലാസ് വൈസ് നമുക്ക് തരും. അപ്പൊ നമുക്കിവിടെ n/2th ഐറ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആ ക്ലാസ് മീഡിയൻ ക്ലാസ് കിട്ടും. ഓക്കെ, നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ ഫോർമുല അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ മീഡിയൻ ഉള്ള കറക്റ്റ് ക്ലാസ് കിട്ടും നമുക്ക്. ഇപ്പൊ ഉദാഹരണം, നമ്മുടെ മീഡിയൻ ക്ലാസ് കിട്ടുന്നത് എന്താണ്? 30 to 40 ആണെന്ന് വെച്ചോളൂ. അപ്പൊ ഈ 30ക്കും 40ക്കും എന്താണ്? ഈ 30-40 ഇടയിൽ എന്തുണ്ട്? നമ്മുടെ മീഡിയൻ കറക്റ്റ് എക്സാക്ട് വാല്യൂ അതിന്റെ അകത്തുണ്ട്. എന്താണ് എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കാൻ? ഇതിനകത്തുള്ള 30ക്കും 40ക്കും അകത്തുള്ള, ചിലപ്പോൾ അത് 35 ആകാം, 37 ആകാം, 38 ആകാം. ആ എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് വേറൊരു ഫോർമുല നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. അതിന്റെ ഫോർമുല നോക്കിക്കോളൂ. കറക്റ്റ് എന്താണ്? മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് മീഡിയൻ ക്ലാസ് കിട്ടും. ആ മീഡിയൻ ക്ലാസ്സിനകത്തുള്ള എക്സാക്ട് വാല്യൂ ഓഫ് മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല L+n/2 minus CF divided by F into I. ഓക്കെ, നോക്കിയോളൂ. L കോമൺ വാല്യൂ ആണ്. then n/2 minus CF divided by F into I. ഇതിന് നമുക്ക് ഓരോന്നും വേണം. എന്താണ് L എന്താണെന്ന് നമുക്ക് നോക്കാം. L is equal to lower limit of the class. ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ്, ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ്. നമുക്ക് മീഡിയൻ ക്ലാസ് ഇതാണ്. ഇതിന്റെ ലോവർ ലിമിറ്റ് ഏതാണ്? 30. ഓക്കെ, ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ്. ദെൻ n/2 നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ ആണ്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് n/2. CF ശ്രദ്ധിക്കുക. CF is equal to cumulative frequency of class which is just preceding the median class. ആ വാക്ക് ഓർമ്മിക്കുക, just preceding the median class. നമ്മുടെ മീഡിയൻ ക്ലാസ്സിന് തൊട്ടും മുകളിലുള്ള മീഡിയൻ ക്ലാസിന്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. The CF of class just preceding
ജസ്റ്റ് പ്രിസീഡിങ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ്സിന് തൊട്ടു മുമ്പിലുള്ള ക്ലാസിന്റെ CF ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓർമ്മിക്കാം, നമ്മുടെ മീഡിയൻ ക്ലാസിന്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല ഇവിടെ എടുക്കേണ്ടത്, ജസ്റ്റ് പ്രിസീഡിങ് ക്ലാസിന്റെ CF ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ദെൻ എഫ് എന്ന് പറഞ്ഞാൽ EF. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മീഡിയൻ ക്ലാസ്സിന് നേരെയുള്ള ഫ്രീക്വൻസി. I is equal to frequency of median class. Frequency of median class. Then I is equal to class interval. I is equal to class interval. ഇത് ഇത്രയുമാണ് നമുക്ക് ഈ ഫോർമുലയിൽ വേണ്ടത്. പ്രാവശ്യം ഓർമ്മിക്കാൻ നമുക്ക് എങ്ങനെയാണ് കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല സൈസ് ഓഫ് n/2. ഓക്കെ, അവിടെ ഇൻഡിവിജ്വൽ സീരീസിനും ഡിസ്ക്രീറ്റ് സീരീസിനുമാണ് n+1 ഡിവൈഡഡ് ബൈ 2th ഐറ്റം. ഇവിടെ എന്താണ്? കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ n/2th ഐറ്റം എന്നാണ്. നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി എടുക്കുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐറ്റം കിട്ടും. ആ CF ഏതിനകത്താണോ ഈ വാല്യൂ വരുന്നത് അതിന് നേരെയുള്ള ക്ലാസ് നമ്മൾ കണ്ടെത്തും. അതിനെ മീഡിയൻ ക്ലാസ് എന്ന് പറയും. ആ മീഡിയൻ ക്ലാസ്സിനകത്താണ് നമ്മുടെ ശരിക്കുമുള്ള മീഡിയൻ ഉള്ളത്. അപ്പൊ ആ എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേറൊരു ഫോർമുല അപ്ലൈ ചെയ്യേണ്ടതായി വരുന്നുണ്ട്. ഫോർമുല മീഡിയൻ ഈസ് ഈക്വൽ ടു L plus n/2 minus CF divided by F into I. ഓക്കെ, നമുക്ക് അത് ഓരോന്നും ഞാൻ പറഞ്ഞു. L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. CF എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിന് തൊട്ടു മുകളിലുള്ള ക്ലാസിന്റെ CF ആയിരിക്കും. F എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിന്റെ തന്നെ ഫ്രീക്വൻസിയാണ്. I എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവൽ. ഇവിടെ എത്രയാണ് ക്ലാസ് ഇന്റർവൽ? 10. ഓക്കെ, 10 വെച്ചാണ് കൂടി പോകുന്നത്. സോ ക്ലാസ് ഇന്റർവൽ ഈസ് ഈക്വൽ ടു അതിന്റെ I എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവൽ. നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലാകും. നമുക്ക് എങ്ങനെയാണ് കണക്ക് ചെയ്യേണ്ടത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മീഡിയൻ കണ്ടിന്യൂസ് സീരീസ് പ്രകാരം എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചെയ്യാം. എക്സ് വാല്യൂ, എഫ് വാല്യൂ. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആയിട്ട് ചിലപ്പോ മാർക്ക് ആവാം, പേജസ് ആകാം, എന്തോ ആയിക്കോട്ടെ. എക്സ് വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. 0 to 10 നമുക്കിവിടെ തന്നിരിക്കുന്ന ക്ലാസ് വൈസ് കണ്ടിന്യൂസ് സീരീസ് ആണ്. 0 to 10, 10, 20, 20, 30, 30, 40, 40, 50, 50, 60, 60, 70, 70, 80. ഇത് ഇത്രയും ക്ലാസ്സസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് ഫ്രീക്വൻസി നമുക്ക് നോക്കാം. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 4, 12, 24, 36, 20, 60, 8, 5. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ക്വസ്റ്റ്യൻ പറയാണ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ കാൽക്കുലേറ്റ് മീഡിയൻ. ഓക്കെ, മീഡിയൻ കണക്കാക്കാൻ വേണ്ടി നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്ര തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മീഡിയൻ കണക്കാക്കണമെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് വേണം? നമുക്ക് CF വേണം, കുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം. ഓരോ ഫ്രീക്വൻസി നമുക്ക് ആഡപ്പ് ചെയ്യാം. കുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യത്തെ 4 തന്നെ, then 16, then 40, then 76, 96. അറിയാലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യം 4, then ഓരോന്ന് വിധം ആഡപ്പ് ചെയ്യുക. 4 plus 12, 16, 16 plus 24, 40, 40 plus 36, 76, then 76 plus 20, 96, 96 plus 60, 112. ഓക്കെ, then അടുത്ത് വരുന്നത് 8, 120. then അടുത്ത് 120 plus 5, 125. അപ്പൊ നമുക്ക് അറിയാം ടോട്ടൽ ഫ്രീക്വൻസി എത്രയായിരിക്കും? അപ്പോ 125. ഇത് കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 125. അപ്പൊ n എന്ന് പറഞ്ഞാൽ 125. സിഗ്മ എഫ്, n ഈസ് ഈക്വൽ ടു സിഗ്മ എഫ്. അപ്പൊ നമുക്ക് ഇത്രയും ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഏതാണ് മീഡിയൻ ക്ലാസ്, നമ്മുടെ മീഡിയൻ വരുന്ന മീഡിയൻ ക്ലാസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. സോ കണ്ടിന്യൂസ് സീരീസ് പ്രകാരം മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n/2 item is equal to n എത്രയാണ്? 125. സൈസ് ഓഫ് 125 divided by 2th item is equal to 62.5th item. നമ്മുടെ ആൻസർ വരുന്ന ക്ലാസ് അല്ലെങ്കിൽ എവിടെയാണ്? 62.5th item എവിടെ വരും? അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുക ഏത് കുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് അകത്താണ് 62.5th item ഉള്ളതെന്ന് കണ്ടുപിടിക്കാം.
40 വരെയുള്ളത് ഇവിടെ ഉണ്ട്. അപ്പൊ 40ക്കും 76നും ഇടയിലാണ് എന്തുള്ളത് 62.5 ഐറ്റം വരുന്നത്. സോ നമുക്കറിയാം അപ്പൊ 62.5 ഐറ്റം വരുന്നത് ഏത് കുമുലേറ്റീവ് ഫ്രീക്വൻസിക്കകത്താണ്? ഏതാണ്? 76നകത്താണ്. അപ്പൊ ഇതിനകത്താണ് നമ്മുടെ ഏതായിട്ടും ഉള്ളത് 62.5 ഐറ്റം ഉള്ളത്. സോ അതിന് നേരെയുള്ള ക്ലാസ് ആണ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ 62.5 ഐറ്റം ഏതിനകത്തുണ്ട്? 30ക്കും 40ക്കും ഇടയിലുള്ള ഏതോ ഒരു വാല്യൂ ആണ് ശരിക്കുമുള്ള മീഡിയൻ. അപ്പൊ നമുക്കിവിടെ മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞു. മീഡിയൻ ക്ലാസ് ഏതാണ്? 30, 40 അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ആയി കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി നമുക്ക് വേണ്ടത് വേറൊരു ഫോർമുലയാണ്. ഏതാണ് ആ ഫോർമുല? നമുക്ക് ഇനി എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് 30ക്കും 40ക്കും ഇടയിലാണ് നമ്മുടെ മീഡിയൻ വാല്യൂ ഉള്ളത്. അപ്പൊ അതിന്റെ എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല മീഡിയൻ ഈസ് ഈക്വൽ ടു L പ്ലസ് n/2 ഡിവൈഡഡ് ബൈ n/2 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു I. നമുക്ക് ഓരോ വാല്യൂവും കണ്ടുപിടിക്കാം. L എന്ന് വെച്ചാൽ എന്തായിരുന്നു? ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് എത്രയാണ്? 30. ദെൻ n/2 നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. n/2 എത്രയാണ്? 62.5. അത് ഓരോന്ന് എഴുതിട്ട് n/2 ഈസ് ഈക്വൽ ടു 62.5. ദെൻ അടുത്ത് വേണം നമുക്ക് CF. ഞാൻ പറഞ്ഞു CF എന്താണ്? CF എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ക്ലാസിന്റെ നേരെയുള്ള CF. ഓക്കെ, ഇവിടെ ഇപ്പൊ മീഡിയൻ ക്ലാസ് തൊട്ട് മുകളിൽ 20, 30 ആണ്. 30ക്ക് നേരെയുള്ള CF ഏതാണ്? 40. ഓക്കെ, അപ്പൊ CF എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കാൻ മാറിപ്പോയത് നമ്മുടെ മീഡിയൻ ക്ലാസ് തൊട്ട് മുകളിൽ ജസ്റ്റ് പ്രിസീഡിംഗ്. ഓക്കെ, CF ഓഫ് ജസ്റ്റ് പ്രിസീഡിംഗ് ക്ലാസ്. ദെൻ CF എത്രയാണ്? 40 കിട്ടി. ദെൻ F എന്ന് വെച്ചാൽ മാറ്റമില്ല, നമ്മുടെ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി 36. മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി തന്നെയാണ് 36. ദെൻ I ഈസ് ഈക്വൽ ടു നമുക്ക് ഫോർമുലയിൽ ആവശ്യമുള്ളതാണ് ഞാൻ എഴുതുന്നത്. L 30, n/2 62.5, CF 40, ഫ്രീക്വൻസി 36. I നമുക്ക് എത്രയാണ് I എന്ന് പറഞ്ഞാൽ എത്ര വെച്ച് കൂടി പോകുന്നു? 10 അല്ലെ? ക്ലാസ് ഇന്റർവൽ. അപ്പൊ നമുക്ക് ഫോർമുലയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ശരിക്കുമുള്ള മീഡിയൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഈസ് ഈക്വൽ ടു ഓക്കെ, മീഡിയൻ കണ്ടുപിടിക്കുന്നു. L എത്രയാണ്? 30 കോമൺ ആണ്, അവസാനമേ അത് കൂട്ടത്തുള്ളൂ. 30 പ്ലസ് n/2 62.5 മൈനസ് CF 40 ഡിവൈഡഡ് ബൈ F എത്രയാണ്? 36 ഇൻറ്റു I എത്രയാണ്? 10. ഇപ്പൊ നമ്മൾ എല്ലാം കൺവേർട്ട് ചെയ്ത് വാല്യൂസിലോട്ട് മാറ്റി കഴിഞ്ഞു. നമുക്ക് നോക്കാം. 30 പ്ലസ് 62.5 മൈനസ് 40 ബാലൻസ് എത്ര വരും നമുക്ക്? 22.5 ഡിവൈഡഡ് ബൈ 36 ഇൻറ്റു 10. നമുക്ക് ആദ്യം ഇവ നമ്മൾ ഗുണിച്ച് നോക്കാം. ഈസ് ഈക്വൽ ടു 30 പ്ലസ് 22.5 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 225 divided by 36. ഓക്കെ, മുകളിൽ എഴുതാതെ നമുക്ക് നോക്കാം. 22.5 ഇൻറ്റു 10 നമുക്ക് ആൻസർ നോക്കാം. ഈസ് ഈക്വൽ ടു 30 പ്ലസ് 225 ഡിവൈഡ് ബൈ 36 ഈസ് ഈക്വൽ ടു കിട്ടുന്നത് 6.25 എന്ന ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് 30 പ്ലസ് 6.25 ആൻസർ നമുക്ക് കറക്റ്റ് മീഡിയൻ വരുന്നത് 36.25. ഓക്കെ, കണ്ടുപിടിക്കുന്ന രീതി ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. എങ്ങനെ കണ്ടുപിടിച്ച് നമ്മള് ആദ്യം നമ്മള് എക്സ് വാല്യൂ എഴുതി, F എഴുതി, CF എഴുതി, കുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി. അതിനുശേഷം നമ്മൾ മീഡിയന്റെ ഫോർമുല സൈസ് ഓഫ് n/2 ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഏത് കുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് അകത്താണ് വരുന്നത് 62.5 എന്ന ആൻസർ കിട്ടി. അത് വരുന്നത് 76നകത്താണ്. അതിന് നേരെയുള്ള മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചു. ഈ മീഡിയൻ ക്ലാസ്സിനകത്താണ് ശരിക്കുമുള്ള മീഡിയൻ ഉള്ളത്. ആ എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ L പ്ലസ് n/2 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു I എന്ന ഫോർമുല ഉപയോഗിച്ച് അതിലെ ഓരോ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്തു? നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടിന്യൂസ് സീരീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു കണക്കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതാം. അവിടെ എക്സ് വാല്യൂ അല്ലെങ്കിൽ ഡെയിലി വേജസ് ആണ് തന്നിരിക്കുന്നത്. ഡെയിലി വേജസ് നമ്മൾ എക്സ് വാല്യൂ, ദെൻ നമ്പർ ഓഫ് വർക്കേഴ്സ്, ഫ്രീക്വൻസി. ഓക്കെ,
എക്സ് വാല്യൂ ഞാൻ എഴുതുന്നു 20 to 25. നമ്മുടെ ക്ലാസ് വൈസ് പോകുന്നത് 5 വെച്ചാണ് പോകുന്നത്. Then 25, 30, 30, 35, 35, 40, 40, 45, 45, 50, 50, 55, 55, 60. Okay. Then frequency നമുക്ക് നോക്കാം. Frequency 14, 28, 33, 30, 20, 50, 30, 13, 7. ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കണ്ടിന്യൂസ് സീരീസ് പ്രകാരം എങ്ങനെ നമുക്ക് കണക്ക് ചെയ്യാനായിട്ട് സാധിക്കും പറഞ്ഞു കഴിഞ്ഞു. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാം. CF കുമുലേറ്റീവ് ഫ്രീക്വൻസി 14. ആദ്യത്തിന് വ്യത്യാസമില്ല 14. Then 14 plus 28 42. Okay, 14 plus 28 42. Then 42 plus 33 75. 105. 75 plus 30 105 plus 20 125. Then 15 125 plus 15 140. 140 plus 13 153. 153 plus 7 160. ഇപ്പൊ നമുക്ക് ലാസ്റ്റ് ഫ്രീക്വൻസി ഇത് തന്നെ ആയിരിക്കും. ടോട്ടൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ അപ്പൊ ടോട്ടൽ n ഈസ് ഈക്വൽ ടു 160 കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഫോർമുലയിലോട്ട് പോകാം. മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n by tooth item. n എത്രയാണ്? n 160 അല്ലെ? n 160 നമുക്ക് കണക്ക് ചെയ്യാം. ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് 160 divided by tooth item is equal to 80th. 80 ആൻസർ കിട്ടും. 80th ഐറ്റം 80ാമത്തെ ഐറ്റം എവിടെയാ വരുന്നത്? 75 വരെയുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പൊ 76 മുതൽ 105. ഓക്കെ, ഫ്രം 76 to 105 വരെയുള്ളതെല്ലാം എവിടെ വരുന്നുണ്ട്? ഈ 105നകത്താ വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് അകത്താണ് എന്തുള്ളത്? 80th ഐറ്റം ഉള്ളത്. അപ്പൊ 80th ഐറ്റം വരുന്നതുകൊണ്ട് ഇതിന്റെ നേരെയുള്ള എക്സ് വാല്യൂ. അപ്പൊ 35 and 40 ആണ് കറക്റ്റ് മീഡിയൻ ക്ലാസ്. അപ്പൊ നമുക്ക് മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞു. ഇതിനകത്ത് എവിടെയോ നമ്മുടെ മീഡിയൻ ഉണ്ട്. അതിന്റെ കറക്റ്റ് വില നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് മീഡിയൻ ക്ലാസ് എഴുതാം ആദ്യം. മീഡിയൻ ക്ലാസ് ഈസ് ഈക്വൽ ടു 35, 40. ഓക്കെ, മീഡിയൻ ക്ലാസ് കിട്ടിക്കഴിഞ്ഞു. ഇനി കറക്റ്റ് വില കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല എന്താണ്? മീഡിയൻ ഈസ് ഈക്വൽ ടു L plus n by 2 minus CF divided by F into I. ഓരോ ഫോർമുല മീഡിയൻ ഈസ് ഈക്വൽ ടു L plus n by 2 minus CF into I. ഇത് നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കുന്നു. L ഈസ് ഈക്വൽ ടു 35. L ഈസ് ഈക്വൽ ടു 35. n by 2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 80, 80. Then CF ഞാൻ പറഞ്ഞിട്ടുണ്ട് മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുകളിലുള്ള ക്ലാസിന്റെ CF 75. Then F എന്ന് പറഞ്ഞാൽ മീഡിയം ക്ലാസിന്റെ അതേ ഫ്രീക്വൻസി 30. Then അടുത്ത നമുക്ക് വേണ്ടത് I നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലാസ് ഇന്റർവൽ 5 അല്ലെ? 5 വെച്ചല്ലേ ആഡ് ചെയ്ത് പോകുന്നത്, കൂടി പോകുന്നത് 5 വെച്ചാണ്. സോ ക്ലാസ് ഇന്റർവൽ 5 ആണ്. നമുക്ക് എല്ലാ ഐറ്റവും കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ ഫോർമുലോട്ട് കൺവേർട്ട് ചെയ്യാം. മീഡിയൻ ഈസ് ഈക്വൽ ടു 35 പ്ലസ് n by 2 80 minus CF 75 divided by F 30 into 5. Okay, is equal to 35 plus 5. എത്രയാണ്? 5 into 5 divided by 30 is equal to 35 plus 25 divided by 30. ആൻസർ എത്ര കിട്ടും നമുക്ക്? 35 പോയിന്റ് സംതിങ് കിട്ടും. 25 divided by 30 is equal to 0.833. ഇപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് 35 plus 0.833. സോ ആൻസർ 35.833 ആണ് നമ്മുടെ കറക്റ്റ് മീഡിയൻ. നമുക്കപ്പോ ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്രയാണ്? അപ്പൊ 35 40 ഇടയിലുള്ള ഒരു വിലയാണ്. കറക്റ്റ് ആൻസർ 35.833. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇനി കൂടുതൽ കണക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റ് നിന്ന് കിട്ടുകയാണെങ്കിൽ അത് തന്നെ ചെയ്ത് കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്യുക.
ചെയ്യേണ്ട രീതി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ പറയാം. കണ്ടിന്യൂസ് സീരീസ് നമുക്ക് മീഡിയൻ ആണ്. മീഡിയൻ ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ 2th ഐറ്റം. അവിടെ ആകെ നോക്കേണ്ടത് കറക്റ്റ് ഓർഡറിലാണെന്ന് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓർഡറിലാക്കുക. അതിനുശേഷം നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് n+1 ഡിവൈഡ് ബൈ 2th ഐറ്റം ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ദെൻ ഡിസ്ക്രീറ്റ് സീരീസിന് നമുക്ക് അവിടെ ചെയ്യേണ്ടത് ഓർഡറിൽ അല്ലെങ്കിൽ ഓർഡർ ആക്കിയതിനു ശേഷം വേണ്ട ഒരു കോളം കുമുലേറ്റീവ് ഫ്രീക്വൻസി CF നമുക്ക് അവിടെ കണക്കാക്കണം. അതിനുശേഷം n+1 ഡിവൈഡ് ബൈ 2th ഐറ്റം എന്ന ഫോർമുല യൂസ് ചെയ്യുക. ദെൻ മീഡിയൻ ഏതാണ്? നമ്മുടെ കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഫോർമുല. ആദ്യം നമ്മൾ n/2th ഐറ്റം ഉപയോഗിച്ചുകൊണ്ട് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കുക. ദെൻ മീഡിയൻ ക്ലാസ്സിനകത്ത് വരുന്ന എക്സാക്ട് വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കുന്ന രീതിയിൽ ശേഷം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കറക്റ്റ് മീഡിയൻ. നമുക്ക് ഏത് ഫോർമുല ഉപയോഗിക്കാം? മീഡിയൻ ഈസ് ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് CF ഡിവൈഡ് ബൈ F ഇൻറ്റു I എന്ന ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണക്ക് ചെയ്തതിനാൽ കൃത്യമായിട്ടുള്ള മീഡിയൻ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Okay, thank you all.